ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് ലെവ് വാലേസയുടെ നേതൃത്വത്തിൽ വലിയ ബഹുജന സമരങ്ങൾ കത്തോലിക്ക സഭ ഉയർത്തിക്കൊണ്ടുവന്നത്. കത്തോലിക്ക സഭയുടെ ആശീർവാദത്തോടുകൂടി അവിടെ വലതുപക്ഷം അധികാരമേറ്റെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള സ്വേച്ഛാധികാര പ്രയോഗമാണ് അവിടുത്തെ ജനങ്ങൾക്ക് നേരെ നടന്നത്. സ്വർഗാനുരാഗത്തിൻ്റെയും സ്വർഗ വിവാഹത്തിൻ്റെയും ഗർഭനിരോധനത്തിനെതിരായിട്ടുള്ള എബോർഷനെതിരായിട്ടുള്ള ഈ നവയാഥാസ്ഥിതിക പ്രചരണ ക്യാമ്പയിനുകൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട യാഥാസ്ഥിക ഗ്രൂപ്പുകളുടെ പ്രചാരണങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ബിയേറ്റ കരോണിൻ്റെ ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വലിയ സ്വാധീനം നേടുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ മറവിൽ ഇവിടെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു നവവംശീയവാദിയെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുമ്പോൾ അത് ആഘോഷിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു എന്ന വാർത്ത കേരളത്തിലെ വർഗീയ വംശീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പലരും വളരെ ആഹ്ലാദത്തോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വീകരിച്ചതും അതവർ കൊണ്ടാടുകയും ചെയ്തു. ചില മാധ്യമങ്ങൾ ഇനി പോളണ്ടിനെക്കുറിച്ച് സംസാരിക്കാം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു പ്രത്യയശാസ്ത്ര പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മലയാളികൾക്കിടയിൽ സോവിയറ്റ് യൂണിയനെയോ പോളണ്ടിനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത് അവിടുത്തെ സോഷ്യലിസ്റ്റ് സർക്കാരുകളുടെ പതനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരവും സംസാരിക്കരുത് എന്നത് ഒരു ക്ലീഷേ പോലെ നമുക്കിടയിൽ പ്രചരിച്ച ഒന്നായിരുന്നു. അപ്പോൾ പോളണ്ടിലെ ഈ കരോൾ നരോക്കി എന്ന് പറയുന്ന അവിടുത്തെ ഒരു നിയോ നാസി, ഒരു നിയോ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര നിലപാടുകളുള്ള ഭരണാധികാരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോളണ്ടിൽ 1980-കളുടെ ആദ്യം ഉയർന്നു വന്ന അവിടുത്തെ ജറോൾസ്കി പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ രൂപം കൊണ്ട സോൾഡാരിറ്റി എന്ന് പറയുന്ന മൂവ്മെൻ്റായിരുന്നു. ഒരു തുറമുഖ തൊഴിലാളിയായ ലെവ് വാലേസയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സോൾഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ക്രൈസ്തവ ബിംബങ്ങളെ, പ്രത്യേകിച്ച് കുരിശിനെ വരെ അടയാളമാക്കിക്കൊണ്ട് കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഒരു കുരിശ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വലിയ സമരങ്ങൾ അഴിച്ചുവിട്ടത്. ജാറോൾസ്കിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത സോവിയറ്റ് അനുകൂലമായി നിന്നിരുന്ന പോളണ്ടിലെ സോഷ്യലിസ്റ്റ് സർക്കാർ പല തലങ്ങളിൽ പോളണ്ടിലെ ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പലതരത്തിലുള്ള ജീവിത വൈഷമ്യങ്ങൾ പോളണ്ടിലെ ജനങ്ങൾ നേരിട്ടിരുന്നു. വിലക്കയറ്റമുണ്ടായിരുന്നു, ഭക്ഷ്യക്ഷാമമുണ്ടായിരുന്നു, തൊഴിലില്ലായ്മയുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ പോളണ്ടിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ നേരിട്ടിരുന്നു. തീർച്ചയായിട്ടും സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു മുതലാളിത്ത ലോകത്ത്, ഒരു മുതലാളിത്ത ആഗോള വ്യവസ്ഥക്കകത്ത് ഒരു രാജ്യം നേരിടുന്ന പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെയും പ്രതിസന്ധിയുടെയും പ്രശ്നമായിരുന്നു അത്. പക്ഷേ സാമ്രാജ്യത്വം, CIA കിഴക്കൻ യൂറോപ്പിനെയും സോവിയറ്റ് യൂണിയനെയും മുഴുവൻ തകർക്കുക, അങ്ങനെ ലോകത്ത് മുതലാളിത്തത്തിനെതിരായിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ബദൽ വ്യവസ്ഥകളെ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥകളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് ലെവ് വാലേസയുടെ നേതൃത്വത്തിൽ വലിയ ബഹുജന സമരങ്ങൾ കത്തോലിക്ക സഭ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ക്രൈസ്തവ മതാടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെയും വംശീയതയുടേതുമായ ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയിലാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെ തുടർന്ന് കിഴക്കൻ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ എന്ന പോലെ പോളണ്ടിലെയും സോഷ്യലിസ്റ്റ് സർക്കാർ തിരോധാനം ചെയ്തത്. അതിനുശേഷം പോളണ്ടിൽ കാര്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അനുവദിച്ചിരുന്നില്ല. നിയമപരമായ നിരോധനമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളെ അനുവദിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് സംഘടനകളെ അവിടെ പ്രവർത്തിക്കാൻ
അനുവദിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള സ്റ്റേറ്റ് ടെററായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ, സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇരുമ്പുമറയെക്കുറിച്ചൊക്കെ പറഞ്ഞ ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ ആശീർവാദത്തോടുകൂടി അവിടെ വലതുപക്ഷം അധികാരമേറ്റെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള സ്വേച്ഛാധികാര പ്രയോഗമാണ് അവിടുത്തെ ജനങ്ങൾക്ക് നേരെ നടന്നത്. ഇതിലൊക്കെ നാനാവിധമായ പ്രതിഷേധങ്ങളുള്ള ജനങ്ങൾ പല തലങ്ങളിൽ സംഘടിക്കുകയും ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ സംഘടനകൾക്ക് രൂപീകരിക്കുകയും ചെയ്തു. അത്തരമൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് 2002 അവിടെ ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് രൂപം കൊണ്ടത്. അത് ബിയാറ്റ കരോൺ എന്ന് പറയുന്ന ഒരു സഖാവാണ്, ഒരു വനിതയാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. അത് പുതിയ ലോകത്തിലെ പുതിയ പ്രശ്നങ്ങൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടാണ് ഉയർന്നു വന്നത്. ക്യൂർ, LGBT കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം, അതേപോലെ തന്നെ പരിസ്ഥിതിയുടെ പ്രശ്നം, ഇത്തരം നാനാവിധമായ വിഷയങ്ങൾ ഉയർത്തി. അതേപോലെ തന്നെ യൂറോപ്യൻ സമൂഹത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സ്വർഗാനുരാഗത്തിൻ്റെയും സ്വവർഗ വിവാഹത്തിൻ്റെയും ഗർഭനിരോധനത്തിനെതിരായിട്ടുള്ള, എബോർഷനെതിരായിട്ടുള്ള ഈ നവയാഥാസ്ഥിതിക പ്രചരണ ക്യാമ്പയിനുകൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട യാഥാസ്ഥിക ഗ്രൂപ്പുകളുടെ പ്രചാരണങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടാണ് ബിയാറ്റ കരോണിൻ്റെ ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വലിയ സ്വാധീനം നേടുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളണ്ടിൻ്റെ ചിന്താരംഗത്ത്, ആശയരംഗത്ത്, ജനങ്ങളുടെ മനോഗതികളിൽ അതിയാഥാസ്ഥികത്വത്തിന്, തീവ്ര യാഥാസ്ഥികത്തിനെതിരായിട്ടുള്ള വലിയ വെല്ലുവിളി ഉയർത്തും എന്ന ആശങ്കയിലാണ് ഈ പാർട്ടിക്കെതിരായിട്ട് 2020 അതിനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോളണ്ടിലെ നീതിന്യായ സ്ഥാപനത്തിന് മുമ്പിൽ ഒരു ഹർജി വരുന്നത്. ആ ഹർജി കൊടുത്തത് അവിടുത്തെ നീതിന്യായ വകുപ്പ് മന്ത്രിയായിരുന്ന സിന്യു സിയബ്ര എന്ന് പറയുന്ന ഒരു വലത് പക്ഷക്കാരനാണ്, തീവ്ര വംശീയവാദിയായ ഒരാളാണ്. ഇദ്ദേഹം ഇപ്പോൾ അവിടെ അധികാരത്തിലില്ല. ഇദ്ദേഹം ഇപ്പം പോളണ്ടിലെ നിയമങ്ങളെ പേടിച്ച് 26ഓളം കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി സ്ഥലം വിട്ട് ഹംഗറിയിൽ ഒളിവ് ജീവിതം നയിക്കുക. പക്ഷേ സിന്യു സിയോബ്ര കൊടുത്ത ഈ തീവ്ര വലതുപക്ഷക്കാരനായ ക്രിമിനൽ നേതാവ് മന്ത്രിയായിരുന്ന കാലത്ത് കൊടുത്ത ഈ കേസ് പിന്നീട് 2020 ശേഷം അവിടെ അധികാരത്തിൽ വന്ന മിസ്റ്റർ കരോൺ നരോക്കി എന്ന് പറയുന്ന നവയാഥാസ്ഥിതികൻ, നവ ഫാസിസ്റ്റ് പൊക്കിയെടുക്കുകയായിരുന്നു. കാരണം പോളണ്ട് പോലുള്ള ഒരു യൂറോപ്യൻ സമൂഹത്തിനകത്ത്, പ്രത്യേകിച്ച് ആശയരംഗത്ത്, സ്വവർഗ വിവാഹത്തിൻ്റെയും ഗർഭനിരോധനത്തിനെതിരായിട്ടുള്ള യാഥാസ്ഥിതിക പ്രചാരവേലകൾക്കൊക്കെ എതിരായിട്ട് ഒരു മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിൽ, ആ മൂവ്മെൻറ്റിനെ എൻതൂസിയാസ്റ്റ് ചെയ്യുന്നതിന് ബിയാറ്റ കരോണിൻ്റെ ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നു എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആൻറ്റിസെമറ്റിക്കായ, അങ്ങേയറ്റം വലതുപക്ഷവാദിയായ, തീവ്ര വംശീയവാദിയായിട്ടുള്ള ഈ നരോക്കിയുടെ സർക്കാർ, നരോക്കി അദ്ദേഹം ഈ നിരോധനത്തിനുള്ള പെറ്റീഷൻ ബുക്ക് ചെയ്തെടുത്ത് ഒരു നിരോധന വിധി വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ജെൻഡർ കീറിനെ പോലുള്ള പുസ്തകങ്ങൾ കീറിപ്പറിക്കുന്ന, എന്ന് പറഞ്ഞാൽ ലിംഗ രാഷ്ട്രീയത്തെ, പ്രധാനമായിട്ടും LGBT പ്രശ്നങ്ങളെ അങ്ങേയറ്റം വിദ്വേഷപൂർവ്വം എതിർക്കുന്ന കടുത്ത യാഥാസ്ഥിതിക വംശീയവാദിയായ ഒരാളാണ് ഈ നരോക്കി. ആ നരോക്കി ട്രംപിൻ്റെ ഡിയർ ഫ്രണ്ടാണ്. നരേന്ദ്രമോദിയെപ്പോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ RSSകാരനായ നരേന്ദ്രമോദിയെ തന്നെ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപിനെ പ്രിയപ്പെട്ട സുഹൃത്തും ഗ്രേറ്റ് ഫ്രണ്ടായി, മഹാനായ സുഹൃത്തുമായിട്ട് അംഗീകരിക്കുന്ന ആളാണ്. ട്രംപ് പ്രതിദാനം ചെയ്യുന്ന കുടിയേറ്റ വിരുദ്ധതയുടെ ഏറ്റവും അപകടകരമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ എമിഗ്രേഷൻ നിയമങ്ങൾക്കെതിരായിട്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ആളാണ് ഈ നരോക്കി, ഈ പോളിഷ് ഭരണാധികാരി. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അറബ് മേഖലകളിൽ നിന്ന്, അറബ് റീജിയനുകളിൽ നിന്ന് തൊഴിലാളികളായി, കുടിയേറ്റക്കാരായി ആളുകളെ സ്വീകരിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അങ്ങേയറ്റ ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ മറവിൽ ഇവിടെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു നവവംശീയവാദിയെ
അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുമ്പോൾ അത് ആഘോഷിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ. അതൊക്കെ കാണിക്കുന്ന എന്താണ്? എല്ലാ വംശീയവാദികളും ഒരർത്ഥത്തിൽ തൊഴിലാളി വർഗത്തെയും സമൂഹത്തിലെ പുരോഗമനാശയങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയൊക്കെ എതിർക്കാനും ഇല്ലാതാക്കാനും പരസ്പരം കൈകോർക്കും എന്നുള്ളതാണ്. ഏറ്റവും യാഥാസ്ഥിതികമായ പിന്തിരിപ്പനായ നിലപാടുകൾ സൂക്ഷിക്കുന്ന ഒരു നവയാഥാസ്ഥിക രാഷ്ട്രീയ നേതാവാണ് ഈ കരോൺ നരോക്കി എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചത്. മഹത്തായ ഒരു കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പഠിച്ചോളൂ, പോളണ്ടിൽ നിങ്ങളുടെ പാർട്ടി പോലും നിരോധിച്ചു എന്ന് പറയാനാണ് പല വലതുപക്ഷ മതവർഗീയ വംശീയ നിലപാടുള്ള ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയുമായി ചേർന്ന, കുടിയേറ്റ വിരോധവുമായി ചേർന്ന സ്വവർഗാനുരോഗവും LGBT അതുപോലുള്ള സാമൂഹ്യ വിഭാഗങ്ങളോട്, ലിംഗവിഭാഗങ്ങളോട് അങ്ങേയറ്റം അവജ്ഞയും അങ്ങേയറ്റം വിദ്വേഷവും പുലർത്തുന്ന ഒരു ആശയ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇത്തരം ഭരണാധികാരികൾ പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവരെല്ലാം ചേർന്ന് സോഷ്യലിസത്തെ, കമ്മ്യൂണിസത്തെ, ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങളെ, ആധുനിക ജനാധിപത്യ രാഷ്ട്രസങ്കല്പങ്ങളെ എതിർക്കുന്ന അതിതീവ്രമായ കൺസർവേറ്റിസത്തിൻ്റെ, യാഥാസ്ഥികത്വത്തിൻ്റെ വക്താക്കളാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതുകൊണ്ട് ഇനി പോളണ്ടിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആക്ഷേപമുയർത്തുന്ന ആളുകൾ, പരിഹാസപൂർവ്വം സംസാരിക്കുന്ന ആളുകൾ, മനുഷ്യ ചരിത്രത്തിൽ സോഷ്യലിസം പോളണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫാസത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു അനിവാര്യ ഫലമെന്ന നിലക്ക് രൂപം കൊണ്ടതാണ് സോഷ്യലിസ്റ്റ് സർക്കാരുകൾ. ഫാസത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യൂറോപ്പിൽ 30കളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ച് തങ്ങൾക്കനഭിമതരായ ജനസമൂഹങ്ങളെ വിഷവാതകം ശ്വസിപ്പിച്ച് കൂട്ടത്തോടെ കൊല ചെയ്ത ആ വംശഹത്യയുടെ ഭീകരമായ ചരിത്രത്തിന്, നാസിസത്തിൻ്റെയും ഫാസത്തിൻ്റെയും ചരിത്രത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അനിവാര്യമായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലക്കാണ് കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് ഭരണവ്യവസ്ഥയിലേക്ക് മാറിയത്. ഇനി സോഷ്യലിസത്തിൻ്റെ തകർച്ചയും അത് നേരിട്ട ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും, അവിടെ ജനാധിപത്യമുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ഉൽപ്പാദന രംഗത്തും ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുന്നതിലും മെച്ചപ്പെട്ട പങ്കുവഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ മറ്റൊരു തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ സോഷ്യലിസത്തോടും കമ്മ്യൂണിസത്തോടുമുള്ള വിരോധത്തിൻ്റെ മറവിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച നരോക്കിയെപ്പോലുള്ള ഒരു നവവലതുപക്ഷവാദിയെ വലിയ രീതിയിൽ കൊണ്ടാടുന്നത് അപമാനകരമാണ്. മലയാളിയുടെ നവോത്ഥാന ജനാധിപത്യ ബോധത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതെ വയ്യ.